തഞ്ചാവൂർ ഒരു സോളോ ട്രിപ്പ് പോയപ്പോൾ എനിക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യത്തെ ഒന്നാണ് ഫോട്ടോസും വീഡിയോസും എടുത്തു തരാൻ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളത്. എന്നിട്ടും എനിക്ക് നല്ല വീഡിയോസും ഫോട്ടോസും കിട്ടി. അതിനൊരു കാരണമുണ്ട്. സോളോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുക, ആരോടും മിണ്ടാതെ തിരിച്ചു വരിക എന്നാണ് പലരുടെയും വിചാരം. എന്നതങ്ങനെയല്ല. സോളോ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പുതിയ കണക്ഷൻസ്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു കപ്പിൾസാണ് ഇവർ. ഞാൻ ഈ കുപ്പിയിൽ ചാരി വെച്ച് കുറച്ച് വീഡിയോസ് എടുക്കുന്ന കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഇവരും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നും എന്നോട് ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നും പറഞ്ഞു. പിന്നെ ഉണ്ടായൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ലഗേജ്. ചുറ്റുമുള്ള ആരെയും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ബാത്റൂമിലും മറ്റും പോകുമ്പോൾ നമ്മുടെ ലഗേജ് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. സോളോ ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അത്യാവശ്യമായിട്ട് കൈ കരുതേണ്ട ഒരു കാര്യമാണ് ട്രൈപോഡ് എന്ന് എനിക്ക് മനസ്സിലായി. ലഗേജ് സൂക്ഷിക്കാൻ കോവിലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. സ്റ്റേ ഇല്ലാതെയാണ് തഞ്ചാവൂരിലേക്ക് വരുന്നതെങ്കിൽ സ്റ്റേഷനിലെ ക്ലോക്ക് റൂം യൂസ് ചെയ്യുന്നതാണ്. വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇംപെർഫെക്ഷൻസും ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. തഞ്ചാവൂർ പെരിയ കോവിലല്ലാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി കാണാനുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.